കുട്ടിക്കാലത്തെ പുസ്തകങ്ങളായിരുന്നു മുംതാസിന് കൂട്ട്. പിന്നെ വായനയുടെ ലോകം പതിയെ വലുതാവാൻ തുടങ്ങി. ഞാൻ ചെറിയ കുട്ടികളെ പുസ്തകം മുതൽ ഇന്നും എഴുതിക്കൊണ്ടിരിക്കുന്ന ഓരോരാളെ പുസ്തകവും ഞാൻ ഇപ്പോഴും പുസ്തകം എന്ന് പറയുമ്പോൾ സ്വർണ്ണക്കടകളിലേക്ക് പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം പിന്നെ ലൈബ്രറിയിൽ പോകുന്നതും പുസ്തകക്കടകളിൽ പോകുന്നതുമാണ്. കാരണം എന്താണെന്നറിയോ, സ്വർണം നമുക്ക് ധരിക്കാനേ പറ്റൂ. അത് നമുക്കൊന്നും തരുന്നില്ല, ഒരു വികാരമോ സന്തോഷമോ ഒന്നും തരുന്നില്ല. ബട്ട് ഒരു ബുക്ക് നമുക്ക് തരുന്നത് സന്തോഷമാണ്, അല്ലേ? മറ്റുള്ള ചുറ്റുപാടുകൾ അറിയാനുള്ള സന്ദേശങ്ങളാണ്. വായന പതിയെ എഴുത്തിലേക്ക് മാറി. തൻ്റെ മനസ്സിൽ വന്ന ചിന്തകളെല്ലാം കുറിച്ചു വെച്ചു. ശരിക്കും എഴുത്തുകാരിയായത് വായനയാണ്. സഹജീവികളോട് നമ്മൾ ചേർത്ത് നിൽക്കുക, ചെറുത് വലുത് ആ ചിന്തകൾ തുടച്ച് നീക്കുക. മുംതാസിന്റെ മരുമകനും ചലച്ചിത്ര നടനുമായ ആസിഫ് അലിയാണ് ആ എഴുത്തുകൾ പുസ്തകങ്ങളായി പ്രസിദ്ധീകരിക്കാനുള്ള പ്രചോദനം നൽകിയത്. സത്യത്തിൽ എൻ്റെ ബുക്ക് പുറലോകം കാണാൻ കാരണക്കാരൻ ആസിഫാണ്. ഞാൻ എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തത് എൻ്റെ പഴയകാല എഴുത്തുകളാണ് ആസിഫിന്. അത് വായിച്ചാൽ ആസിഫ് പറഞ്ഞ്, ഉമ്മാൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു എഴുത്തുകാരി ഉണ്ടെന്ന് അറിയില്ല, ഇത് വായിച്ചൊരാറിഞ്ഞ ഉമ്മ ഇങ്ങനെ വായിക്കുമായിരുന്നു, ഉമ്മ ഇങ്ങനെ എഴുതുമായിരുന്നു. വായന എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ജീവിപ്പിക്കുന്ന ഒരു കപ്പലാണ്. അതിൽ കപ്പിത്താനായിട്ട് എന്തുണ്ടാവാൻ എഴുത്തുകാരുടെ ഓരോ ചിന്തകളാണ്. അതിനൊക്കെ സൂക്ഷിച്ച് നമ്മളെടുത്ത് കൂട്ടി ഇണക്കി ചിന്തിപ്പിച്ചും ചോദിപ്പിച്ചും എടുത്ത് എഴുതുന്നതാണ് ഓരോ വാക്കുകളും പുസ്തക രൂപത്തിലായിട്ടും. ഇപ്പോൾ ഈ മൈലാഞ്ചി കിസ്സ തന്നെ വായിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്നിപ്പോൾ കേരളത്തിലെ വായനക്കാർ ഏറ്റെടുത്ത നിരവധി പുസ്തകങ്ങളുടെ രചയിതാവാണിവർ. പല പേരുകളിൽ നാടാകെ വിഭജനങ്ങൾ ഉണ്ടാവുന്ന കാലത്ത് വായനയിലൂടെ എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ് മുംതാസ്. ആരെങ്കിലും അഡ്മിറ്റ് ചെയ്തതിന് രാത്രി മുംതാസ് റെഡി, എൻ്റെ 2 പുസ്തകവും ഞാനും റെഡിയാണ്. അതും എൻ്റെ വായനയുള്ളൊരു ലോകമാണ് ആ പരിചരണം. അപ്പം പിന്നെ ആ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു പിന്നാമ്പുറങ്ങളിൽ സത്യത്തിൽ ആ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിടുന്ന സ്ഥലം ഹോസ്പിറ്റലിൻ്റെ ആ വരാന്തകളാണ്. അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, എല്ലാവരും മനുഷ്യന്മാർ. വായനയെ ലഹരിയാക്കി മാറ്റിയ ഒരു ജനതയെ ആർക്കും തകർക്കാനാവില്ല എന്നതാണ് ഈ എഴുത്തുകാരിയുടെ പക്ഷം. ഇന്നത്തെ ലഹരിയൊന്നുമല്ല ലഹരി. സത്യത്തിൽ ഈ വായന ഒരു ലഹരിയാണ്. നിങ്ങളെല്ലാം വായിക്കുന്നവരായിരിക്കാം. ആ വായന എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നോവലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോറി കിട്ടിക്കഴിഞ്ഞാൽ അത് ഫുള്ളാകുന്നത് വരെ നമ്മളെ ഭക്ഷണമെല്ലാം കഴിക്കുന്നോളം അത് പകുതി എത്തി, അത് ഫുള്ളാണോ, കംപ്ലീറ്റ് ചെയ്യണോ, അങ്ങനെ ഒരു ചിന്തയാണ് നമുക്ക് ഉണ്ടാവാൻ. വായന നമ്മളെ വളർത്തും. സത്യത്തിൽ ഈ വായന എന്ന് പറയുന്നത് നമ്മൾ നടന്ന ഒരു ആൽമരമാണ്. ആൽമരങ്ങൾ ഇന്നും ആ ആൽമരങ്ങളും ഭൂമിയോളം മുട്ടി നിൽക്കുന്ന ആൽമരാണ് ഈ വായനക്കാരുടെ താഴ്മ എന്ന് പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.